നമ്മുടെ NDAക്ക് ഒരു പ്രവർത്തന സംവിധാനം, ഒരു പ്രവർത്തന രീതിയുണ്ട്. സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കുന്നത് അതായത് ഘടകകക്ഷികളുടെ ആ കക്ഷികളാണ്, നേതൃത്വമാണ്. BJPയുടെ സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കുന്നത് BJPയുടെ നേതൃത്വമാണ്. ആ നേതൃത്വത്തിൽ പൂർണ്ണ വിശ്വാസമാണ് പ്രവർത്തകർക്കും മറ്റു നേതാക്കന്മാർക്കും എല്ലാവർക്കും. അതുകൊണ്ട് ഒരു സ്ഥാനാർത്ഥി കയറി ഞാൻ സ്ഥാനാർത്ഥിയാണ് എന്ന് പറയുന്ന സമ്പ്രദായം NDAയിൽ അതൊരു പക്ഷെ മറ്റ് രീതി അതായിരിക്കും. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നേതൃത്വം എടുക്കുന്ന തീരുമാനം എന്താണ്? നേതൃത്വത്തിന് വിടുകയാണ്. എല്ലാവരും ഘടകകക്ഷിയുടെ നേതൃത്വത്തിന് വിടുകയാണ്. പക്ഷെ അങ്ങനെ അവർ ആണ് പ്രഖ്യാപിക്കുന്നത്. ഇപ്പം BJPയെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കുന്നത് പാർലമെന്ററി ബോർഡാണ്. അവർ യോഗം ചേരും. അവരാണ് ഇന്ത്യയിലെ എല്ലാ സീറ്റുകളിലും മത്സരിക്കുക. ആര് സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കുന്നവരാണ്. അവർക്ക് അതിനുള്ള അധികാരമുണ്ട്. ഇലക്ഷൻ കമ്മിറ്റിയാണ് പാർലമെന്ററി ബോർഡ്. അവർ തീരുമാനിക്കും. പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് NDAയുടെ സ്ഥാനാർത്ഥികളാണ്. അതിനുവേണ്ടി പിന്നെ മത്സര രംഗത്ത് സജീവമായി രംഗത്തിറങ്ങുക എന്നുള്ളത് മാത്രമാണ് പ്രവർത്തകരെ സംബന്ധിച്ചത്. അതുകൊണ്ട് നിങ്ങളുടെ ആശങ്കയും നിങ്ങളുടെ ആ ഒരു കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ആശയക്കുഴപ്പവും എല്ലാം കുറച്ച് ദിവസത്തിനും തീരും. പ്രഖ്യാപിക്കും. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഞങ്ങൾക്ക് സ്ഥാനാർത്ഥികളൊന്നും ഉണ്ടാവില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്? അങ്ങനെ വിചാരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അതൊക്കെ പ്രഖ്യാപിക്കുന്നതിന് ചില നടപടിക്രമമുണ്ട്, കീഴ്വഴക്കങ്ങളുണ്ട്. ഓരോ പാർട്ടിക്കും ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയ്ക്ക് അനുസരിച്ച് പ്രവർത്തിക്കാനും അത് രീതി അനുസരിച്ച് പ്രഖ്യാപിച്ചോളൂ. ഇതൊക്കെ കുറച്ചു കാലത്തേക്ക് അങ്ങനെ സംഭവിക്കുന്നതല്ലാതെ അപ്പൊ താമസിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പൂർത്തിയാക്കും. ഉടനെ പൂർത്തിയാക്കി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. ശോഭന മത്സരിക്കാൻ ആവശ്യപ്പെട്ടതായി സുരേഷ് ഗോപി പറയുന്നു. ശോഭന മത്സരിക്കില്ലെന്ന് ശശി തരൂർ പറയുന്നു. എന്താണ് അങ്ങനെ ഈ ശോഭനയുടെ കാര്യത്തിലൊക്കെ തരൂർ തീരുമാനമെടുക്കുന്നു? അല്ല, ശശി തരൂരോട് പറഞ്ഞതിനെ കുറിച്ച് ശശി തരൂരോട് ചോദിക്കാൻ, ഞങ്ങള് പൂഞ്ഞാർ പള്ളിയില്, കത്തോലിക്ക പള്ളിയില് ഒരു തീവ്രവാദ സംഘടനകളെ ആക്രമണം ഉണ്ടായിട്ട് അവിടുത്തെ പള്ളിയിലെ വൈദികനെതിരായി. ഇക്കാര്യത്തിൽ ഗവൺമെന്റ്, സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇന്നലെ NDAയുടെ യോഗം ശക്തമായ അക്കാര്യത്തിൽ പ്രതിഷേധിച്ചിട്ടുണ്ട്. ഏത് സംഘടനയാണ്, ആരാണ് കുറ്റവാളികൾ എന്ന് പോലും പ്രഖ്യാപിക്കാൻ കേരളത്തിലെ ഗവൺമെന്റ് തയ്യാറായില്ല. പോലീസ് അത് മറച്ചു വെക്കുകയാണ് ബോധപൂർവ്വം. ഇപ്പൊ എല്ലാ ഭാഗത്തും ഞാൻ സൂചിപ്പിച്ചല്ലോ, മുസ്ലിം ലീഗുമായിട്ടുള്ള ബന്ധം, LDFന്റെ ബന്ധം, UDFന്റെ ബന്ധം, PFI ആയിട്ട് CPMന്റെ ബന്ധം, കോൺഗ്രസിന്റെ ബന്ധം, ഇത് കേരളത്തിൽ ശക്തിപ്പെട്ടു വരുന്നു. ഇത് വലിയ പ്രത്യാഘാതങ്ങൾ, അപകടങ്ങളാണ് നമ്മുടെ കേരളത്തിന്റെ സാമൂഹ്യ രംഗത്തും രാഷ്ട്രീയ രംഗത്തും ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഇപ്പൊ LDFനെ സംബന്ധിച്ചും UDFനെ സംബന്ധിച്ചും ലെസ്സാകുക. നമ്മുടെ ഗണിതശാസ്ത്രത്തിൽ പഠിച്ചിട്ടുണ്ടല്ലോ, ലഘുതമ സാധാരണ ഗുണിതം. ഒരു പൊതുഗുണിതമായിട്ട് മുസ്ലിം ലീഗ് മാറിയിരിക്കുന്നു. ഇത് പരിഹാസ്യമാണ്. ഇതിനെക്കുറിച്ച് ഈ തത്വാധീശ രാഷ്ട്രീയത്തെ കുറിച്ച് പ്രസംഗിക്കുന്ന CPMന്റെ അഭിപ്രായം, അവർ KPCC പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും എന്താ അഭിപ്രായം? അവർ വ്യക്താക്കട്ടെ. അതുകൊണ്ടാണ് അശ്ലീല മുന്നണികളായിട്ട് ഇരുമുന്നണികൾ മാറി എന്ന് പറയുന്നത്. കാരണം അതിനകത്ത് ഏതൊക്കെ മതവിഭാഗത്തെ വിദ്യാർത്ഥികളാണ്, പ്ലസ് ടു വിദ്യാർത്ഥികളും പിന്നെ പിള്ളേരാണ്. അവിടെ റെയിലെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച, ഒരു തർക്കം ഉണ്ടായിരുന്നു. അവിടെ ഒരു തീവ്രവാദ സംഘടനയുടെ ആക്രമണം നടത്തിയെന്ന് ദാസേട്ടൻ പരിശോധിച്ചിട്ടാണ് പറഞ്ഞത്. അതിനെക്കുറിച്ച് വൈദികർക്കും വിശ്വാസികൾക്കും വലിയ ആശങ്കയുണ്ട്. ആരാണ് ആക്രമിച്ചതെന്ന് പുറത്ത് പറയേണ്ടത്, പൊതുസമൂഹത്തോട് പറയേണ്ടത് അന്വേഷണ ഏജൻസിയാണ്, പോലീസാണ്. ഇതുവരെ അവര് ഇരുട്ടി തപ്പുകയാണ്. എന്തുകൊണ്ട് ചോദിച്ചത്? അങ്ങനെ വർഗീയ തീവ്രവാദികളാണ് ആക്രമണം നടത്തിയെന്ന് പോലീസ് പറയുന്നു. അവിടെയുള്ള ഈ വിദ്യാർത്ഥികൾ, അവിടെ ഹിന്ദു വിഭാഗത്തിലെ വിദ്യാർത്ഥികളുണ്ട്, ക്രിസ്ത്യൻ വിഭാഗത്തിലെ വിദ്യാർത്ഥികളുണ്ട്, മുസ്ലിം വിഭാഗത്തിലെ വിദ്യാർത്ഥികളുണ്ട്. അങ്ങനെ വിദ്യാർത്ഥികൾ ഉൾപ്പെട്ട ഒരു സംഭവത്തെ ഇങ്ങനെ ഒരു വർഗീയ ചുവടെ പറയുന്നത് ഇത്രയും വർഷം അല്ലല്ല. വർഗീയ വിദ്യാർത്ഥികൾക്കിടയിലും തീവ്രവാദ പ്രവർത്തനമുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികളായതുകൊണ്ട് തീവ്രവാദികളാകാൻ പറ്റില്ല എന്നൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. മാത്രമല്ല, കോട്ടയത്തിന്റെ പ്രത്യേക പശ്ചാത്തലത്തിൽ പാലാ പിതാവിനെതിരായിട്ട് വലിയ അക്രമം സംഘടിപ്പിക്കാനും അത് പാലാ പിതാവിനെ ശാരീരികമായി വകവരുത്തുമെന്ന് അദ്ദേഹത്തിന് അരമനയ്ക്ക് മുമ്പിൽ പോയി പ്രകടനം നടത്തി പ്രഖ്യാപിച്ച ഒരു ജില്ലയാണ് കോട്ടയം.
അവിടെയാണ് തൊട്ടടുത്താണ് പൂഞ്ഞാറ് നടക്കുന്നത്. അതുകൊണ്ട് ജനങ്ങൾക്ക് സംശയമുണ്ട്, വിശ്വാസികൾക്ക് സംശയമുണ്ട്. ആ സംശയം തീർക്കേണ്ട ബാധ്യത പോലീസിനാണ്. ഇപ്പൊ ഞാൻ പറയുന്നു, ഞങ്ങൾ പറഞ്ഞത് അങ്ങനെ വ്യക്തിപരമായി പരിശോധിച്ചിട്ടില്ല. അല്ല, കാരണം ഞാനല്ല പരിശോധിക്കേണ്ടത്. വിദ്യാർത്ഥികൾ ഉൾപ്പെട്ട ഒരു വിഷയത്തെ ഇങ്ങനെ വർഗീയമായി ടീക്ക പാടില്ല. പ്രത്യേകിച്ച് താങ്കളെ പോലെ ഇത് ഈ നമ്മൾ പറയണത് നമ്മുടെ ഞങ്ങൾ ഇക്കാര്യം അവതരിപ്പിച്ചത് അവിടുത്തെ വിശ്വാസികൾക്ക് ഈ സംശയമുണ്ട്. അത് ദൂരീകരിക്കാനുള്ള ബാധ്യത എനിക്കോ നിങ്ങൾക്കോ അല്ല, അന്വേഷണ ഏജൻസിക്കാണ്. അവര് ആ കാര്യം ചെയ്യുന്നില്ല. അതിനാണ് ജനങ്ങൾക്കുള്ള സംശയം, വിശ്വാസികൾക്ക് സംശയം, അക്രമത്തിന് ഇരയായവർക്ക് സംശയമുണ്ട്. ആ സംശയം തീർക്കേണ്ട ബാധ്യത അന്വേഷണ ഏജൻസിക്കാണ്. ഈ വർഗീയ താങ്കളെപ്പോലെ ഒരു രാഷ്ട്രീയ നേതാവ് പറയുന്നത് ഞാൻ പറഞ്ഞത് അവിടുത്തെ പരിക്ക് പറ്റിയവർക്ക് അല്ലെങ്കിൽ അക്രമത്തിന് ഇരയായവർക്ക് അതുപോലെ വിശ്വാസികൾക്കുള്ള സംശയം, അത് ഞാൻ ആവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് മതി. പക്ഷെ അത് തീവ്രവാദ ഗ്രൂപ്പാണെന്നൊക്കെ പറയുമ്പോൾ അല്ല, തീവ്രവാദ ഗ്രൂപ്പാണെന്നൊരു സംശയമുണ്ട്. അതല്ലെങ്കിൽ അല്ല, ദാസേട്ടൻ പറയുന്നതല്ല, അവിടുത്തെ വിശ്വാസികൾ, അവിടെ വിശ്വാസികളാണ് പറയുന്നത്. അതല്ല എന്ന് പിന്നെ പ്രഖ്യാപിക്കേണ്ടത്, അല്ലെങ്കിൽ അന്വേഷണത്തിലൂടെ യഥാർത്ഥ പ്രതികളെ പിടിച്ചുകൊണ്ട് അത് യാതൊരു തീവ്രവാദ ബന്ധവും ഇല്ല എന്നാരാ പ്രഖ്യാപിക്കേണ്ടത്? അത് ഗവൺമെന്റാണ്. എന്തുകൊണ്ടാണ് പോലീസ് ഒരു നടപടി എടുക്കാത്തത്? പോലീസ് ഇരുട്ടി തപ്പുകയല്ലേ, കഴിവില്ലാത്ത പോലീസ് ആയതുകൊണ്ടാണോ? അപ്പൊ അതുകൊണ്ട് ആ സംശയം ദൂരീകരിക്കണം എന്നുള്ളതാണ്.